ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വാഹനങ്ങളുണ്ട്. അപ്പം വാഹനങ്ങളില്ലാത്ത വീടെന്ന് പറയുന്നത് ചുരുക്കമാണ്. അപ്പം എല്ലാവരുടെയും വീട്ടിലൊരു 2 വീലറെങ്കിലും കാണും. അപ്പോൾ അതെല്ലാം പെട്രോൾ എഞ്ചിനാണ്. നമ്മൾ അതിനകത്തോട് പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് അതിൻ്റെ സ്പാർക്ക് പ്ലഗ്. എല്ലാവരുടെയും വീട്ടിലുള്ള വണ്ടികളിലും പെട്രോൾ വണ്ടിയാണെങ്കിൽ അതിനകത്ത് സ്പാർക്ക് പ്ലഗ് കാണും. 2 വീലേഴ്സ് മിക്കവാറുള്ള എല്ലാം തന്നെ ഫ്യൂല് വരുന്നത് പെട്രോളാണ്. റയർ ചില വണ്ടികൾ മാത്രമേ ഉള്ളൂ ഡീസലിലൊക്കെ വരുന്നത്. പിന്നെ ഇപ്പോൾ ഇലക്ട്രിക്കും വരുന്നുണ്ട്. കൂടുതലും ഒരു 99% എല്ലാവരുടെയും വീട്ടിൽ ഇരിക്കുന്നത് പെട്രോൾ വണ്ടികൾ തന്നെയാണ്. അപ്പോൾ അതിനകത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്പാർക്ക് പ്ലഗ്. ആ ഒരു സ്പാർക്ക് പ്ലഗ് കറക്റ്റ് രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ വണ്ടിക്കകത്ത് ഫയറിങ് നടക്കത്തുള്ളൂ, എഞ്ചിൻ്റെ പ്രവർത്തനം നടക്കത്തുള്ളൂ. അപ്പം അതിനകത്ത് കാലപ്പഴക്കം കൊണ്ടും അതുപോലെ തന്നെ എഞ്ചിൻ്റെ പ്രവർത്തനം കൊണ്ടും കരി അടിഞ്ഞുകൂടാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഫുള്ളി കരി അടിഞ്ഞുകൂടി നമ്മുടെ പ്ലഗ് ചീത്തയായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കിയിട്ട് അതിനകത്തുള്ള കാർബണൊക്കെ ഒന്ന് ഡീകാർബൺ ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. അതപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നത്. സിമ്പിളായിട്ട് ആർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സ്പാർക്ക് പ്ലഗ് വൃത്തിയാക്കുന്ന പരിപാടി. നമുക്ക് എൻ്റെ കയ്യിലൊരു സ്പാർക്ക് പ്ലഗ് ഇരിപ്പുണ്ട്. അതെങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വൃത്തിയാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോയിട്ട് അതെങ്ങനെയാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കാം. സിമ്പിളാണ് പരിപാടി, ആർക്കും ഈസി ആയിട്ട് ചെയ്യാം. ഞാനും ഈസി ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യും. കാരണം ഞാനങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരാളൊന്നുമല്ല, സാധാരണ ഒരാൾ തന്നെയാണ്. എനിക്കിപ്പോൾ പ്ലഗ് വൃത്തിയാക്കാമെങ്കിൽ നിങ്ങൾക്കും വൃത്തിയാക്കാം. എന്ന് വെച്ചാൽ ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം മതി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സുഖമായിട്ട് ചെയ്യാം. നമുക്ക് നേരെ വൃത്തിയാക്കുന്ന എങ്ങനെ അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് സ്പാർക്ക് പ്ലഗ്. അതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം കരി പിടിച്ചൊക്കെ ഇരിക്കുകയാണെന്നുള്ള കാര്യം. ഇതാണ് നമ്മൾ വൃത്തിയാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പെട്രോള്, അതുപോലെ തന്നെ ഒരു സ്ക്രബ്ബർ, നമ്മൾ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി എടുക്കത്തില്ല, ആ ഒരു സ്ക്രബ്ബർ, പിന്നെ ഒരു ബ്രഷ് നമ്മൾ മിക്കവാറും എല്ലാത്തിലും യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു ചെറിയൊരു പിന്നെടുത്തിട്ടുണ്ട്, വേണേൽ ഒരു ബ്ലേഡിന് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ തുടയ്ക്കാൻ വേണ്ടി ഒരു തുണിയും. ഇത്രയും മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്പാർക്ക് പ്ലഗ് വൃത്തിയാക്കാൻ പോകുന്നത്. നമുക്കാദ്യം ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പെട്രോൾ ഒഴിച്ച് എടുക്കാം. അത് കുറച്ച് ഇതിനകത്തോട്ട് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്പാർക്ക് പ്ലഗ് കുറച്ച് ഇതിനകത്തോട്ട് മുക്കി വെച്ചേക്കാം. പെട്രോൾ എന്ന് പറയുന്നത് നല്ലൊരു ഏജൻറ്റാണ്. കാർബണൊക്കെ പെട്ടെന്ന് തന്നെ അത് ഡിസോൾവ് ആയി പോകും. കുറച്ചൊരു അതൊന്നിരുന്ന് കുതിരട്ടെ. നമുക്ക് കുറച്ചൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊക്കെ ഒന്ന് ഡിസോൾവ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിനുശേഷം ഈ ഒരു സ്ക്രബ്ബർ ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഒന്ന് മുക്കിയെടുത്തിട്ട്, മുക്കേണ്ട ആവശ്യമില്ലെങ്കിലും മുക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കാം. പലരും സാൻഡ് പേപ്പർ ഉപയോഗിക്കാറുണ്ട്. എന്താ പറയുക, ഈ ഒരു കാർബണൊക്കെ എടുത്ത് കളയാൻ വേണ്ടി വൃത്തിയാക്കാനായിട്ട് സാൻഡ് പേപ്പറിന് യൂസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ സാൻഡ് പേപ്പർ യൂസ് ചെയ്യുന്നില്ല. സാൻഡ് പേപ്പർ യൂസ് ചെയ്തുള്ള കുഴപ്പമെന്ന് പറയുമ്പോൾ ചിലപ്പം ഈ ഒരു ത്രെഡ് ഉരഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം പിന്നെ നമ്മൾ ഇത് ഹെഡിനകത്തോട്ട് ഫിക്സ് ചെയ്യുമ്പം കറക്റ്റായിട്ട് സീറ്റ് ആവത്തില്ല. ലീക്കേജും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ത്രെഡ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹെഡിനകത്തുള്ള ത്രെഡും ഡാമേജ് ആവും. പിന്നെ നമ്മൾ ഇത് ഊരുമ്പോഴൊന്നും കറക്റ്റായിട്ട് സീറ്റ് ആവാതെ ത്രെഡ് വെട്ടി കയറാനുള്ള ചാൻസ് വരും. അങ്ങനെ വെട്ടി കയറി കഴിഞ്ഞ് ഒടിഞ്ഞു കൊല്ലാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലൈത്തിൽ കൊണ്ടുപോയിട്ട് വീണ്ടും ത്രെഡ് സീറ്റ് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു സ്ക്രബ്ബർ ആകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. സാൻഡ് പേപ്പർ എപ്പോഴും വീട്ടിലൊന്നും കാണണമെന്നില്ലല്ലോ. സ്ക്രബ്ബറൊക്കെ എപ്പോഴും വീട്ടിലും കാണുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ അകത്തോട്ട് ചെറിയ രീതിയിലൊക്കെ കാർബൺ ഡെപ്പോസിറ്റ് ചെയ്തിരിപ്പുണ്ട് ഈ ത്രെഡിനകത്ത്. നമുക്കത് ഇളക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യാം. ബ്രഷ് ആകുമ്പോൾ അതിൻ്റെ നാരുകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഇറങ്ങി ചെല്ലുമല്ലോ. പിന്നെ ഈ ഒരു മേളത്തെ പോർഷനും ഒക്കെയാണ് കൂടുതൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ്.
ഈ പോർഷനൊക്കെയാണ് നമ്മൾ കൂടുതലും ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. ചെറുതായിട്ട് നമുക്ക് ഒരു ബ്ലേഡും കൂടെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചു വിടാം. അതിൻ്റെ കൂടുതലുള്ള അഴുക്കങ്ങ് പോവും. ഇവിടെ നല്ല രീതിയിലൊന്ന് ഉരച്ചു കൊടുക്കണം. ഇവിടെ കുറച്ച് അഴുക്കിരിപ്പുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഹെഡ്. സ്ക്രബ്ബർ തന്നെ കേട്ടോ ഏറ്റവും നല്ലത്. സ്ക്രബ്ബർ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. സ്ക്രബ്ബർ ആകുമ്പോൾ സുഖമായിട്ട് ഈ പറഞ്ഞ കാർബൺ എല്ലാം ഇളകി പോകുന്നുണ്ട്. സാൻഡ് പേപ്പർ ഇട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്. നന്നായിട്ട് നോക്കി ചെയ്യണം. കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. കാരണം പല ഗ്രേഡിൻ്റെ പേപ്പറാണ് വരുന്നത്. ഗ്രേഡ് നോക്കിയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് ചെയ്യണം. നമ്മൾ ചുമ്മാ ഇട്ട് അങ്ങ് ഉരച്ച് കളഞ്ഞാൽ ചിലപ്പം അതിലത്തെ ത്രെഡെല്ലാം അങ്ങ് പോകും. ത്രെഡ് പോയി കഴിഞ്ഞാൽ മെനക്കേടാ. കൂടുതൽ ആളുകൾ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഈ 2 പോയിൻറ്റിനകത്തുള്ള അകവശമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. നമുക്ക് കുറച്ച് ചെറുതായിട്ട് ബ്ലേഡ് ഇട്ടിട്ട് ഒന്ന് അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ തുടച്ചെടുത്തിട്ടുണ്ട്. അഴുക്കും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് കോട്ടൺ വേസ്റ്റ് വെച്ചിട്ടൊന്ന് ഈ പെട്രോളിൻ്റെ മായങ്ങളും കാര്യങ്ങളും എല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇതാ നമ്മുടെ പരിപാടി ഇവിടെ തീർന്നിട്ടുണ്ട്. ആ ചേഞ്ച് കണ്ടോ? ആ പ്ലഗിൻ്റെ തിളക്കം കണ്ടോ? പോയിന്റിലേക്ക് തിളക്കമൊക്കെ കണ്ടോ? നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റും. ഈ സിമ്പിളായിട്ട് ചെയ്യാം. ഇതാ ആ പെട്രോളിൻ്റെ കോലം കണ്ടോ? ഈ സ്പാർക്ക് പ്ലഗിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന കാർബൺ കുറേയൊക്കെ ഇതിനകത്ത് ആയിട്ടുണ്ട്. അതായത് കുറേ നല്ലൊരു 90% മുകളിലും വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് ഈ ഒരു ബ്രഷും പിന്നെ ഈ ഒരു സ്ക്രബ്ബറും. ഇത് ഇത്രയും മാത്രം മതി നമുക്ക് ഇത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട്. പിന്നെ ഇതാ പ്ലഗ് കണ്ടോ നിങ്ങൾ? പ്ലഗിൻ്റെ ചേഞ്ച് നിങ്ങൾ കണ്ടുകാണുമല്ലോ. ആ തിളക്കം കണ്ടോ? നേരത്തെ ഇങ്ങനെയായിരുന്നു ഇരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് പ്ലഗ് വീട്ടിൽ തന്നെ ഇരുന്ന് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് പറ്റും. അപ്പം പ്ലഗ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വേണ്ടല്ലോ. സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. അതായത് സ്ക്രബ്ബർ എല്ലാവരുടെയും വീട്ടിൽ കാണും. പാത്രം കഴുകാൻ വേണ്ടിയിട്ടാണെങ്കിലും വീട്ടിൽ ആ സാധനം കാണും. പിന്നെ പെട്രോൾ നമ്മുടെ വണ്ടിക്കകത്ത് നനച്ച് ഊറ്റിയെടുക്കാം. പിന്നെന്താ വേണ്ടിയത്? പിന്നെ പല്ല് തേക്കുന്നൊരു ബ്രഷ്. ഇതിൻ്റെ ഇത്ര ആവശ്യമുള്ളൂ. നേരത്തെ കണ്ട പോലെ തന്നെ പ്ലഗിൻ്റെ ചേഞ്ച് കണ്ടോ? നല്ല വൃത്തിയായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് പ്ലഗ് വീട്ടിൽ ഇരുന്ന് തന്നെ ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. പ്ലഗ് പിന്നെ അഴിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോൾ വണ്ടിയുടെ കൂടെ തന്നെ നമുക്കൊരു പ്ലഗ് സ്പാനർ കിട്ടും. അത് യൂസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് പ്ലഗ് അഴിച്ചെടുക്കാം. ബൈക്കിനകത്തൊക്കെ തന്നെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നിടത്തായിരിക്കും പ്ലഗ് ഇരിക്കുന്നത്. ആക്റ്റീവയ്ക്കകത്തൊക്കെ ഉള്ളൂ ബോഡിക്കകത്ത് വരുന്നത്. അപ്പോൾ ബോഡിയുടെ കുറച്ച് ബോൾട്ടും കാര്യങ്ങളൊക്കെ ഊരിയിട്ട് നമുക്ക് പ്ലഗ് ഊരിയെടുക്കാം. പിന്നെ പുതിയ പല ബൈക്കുകളിലും ഊരണമെങ്കിൽ ചിലപ്പോൾ ടാങ്കൊക്കെ അഴിക്കേണ്ട അവസ്ഥകൾ വരും. അങ്ങനെയൊക്കെ ഉള്ളതൊന്ന് നോക്കിയിട്ട് ചെയ്തിരുന്നാൽ മതി. എങ്കിൽ നമുക്ക് പ്ലഗ് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇന്നത്തെ ഈ ഒരു വീഡിയോ പ്ലഗ് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നതിനെക്കുറിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എന്ത് തോന്നി അത് കമൻറ്റ് ചെയ്യുക. അതിപ്പം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വീഡിയോ കൊള്ളത്തില്ലെന്നുള്ളതാണെങ്കിൽ അത് അങ്ങനെ തന്നെ കമൻറ്റ് ചെയ്തു. അതൊന്നും ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ കമൻറ്റ്സ് കണ്ടിട്ട് വേണം എനിക്ക് നെക്സ്റ്റ് വീഡിയോ കുറച്ചുകൂടെ നന്നാക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്.